ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് കാര്യം നേടാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കി തരുന്നത് അതിനോടുള്ള ആഗ്രഹമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യവും സന്തോഷവും ഒക്കെ നിലനിർത്താനായിട്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്യണം. ചിലപ്പം നമുക്ക് കൂടുതൽ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്നത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ്. എന്നാൽ എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലിംഗം കൊണ്ട് ചെയ്യുന്ന 1-2 വ്യത്യസ്തമായ രീതികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ ലൈംഗികതയിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആത്മവിശ്വാസത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവരിതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും കാണുന്നത്. ഇപ്പോൾ പാട്ട് പാടാനായിട്ട് നല്ല ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അനിർവചനീയമായ ഒരു ആനന്ദമുണ്ട്. തന്നെയല്ല, അവർ ആ പാട്ട് പാടാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഏത് രീതിയിലായാലും ഉണ്ടാക്കിയെടുക്കും. എന്ന് പറഞ്ഞ പോലെ ഏത് കാര്യത്തിനകത്ത് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അത് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കും. ഇതിനകത്തും അതുപോലെ തന്നെയാണ്. ചിലരെ സംബന്ധിച്ച് അവർക്ക് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിനകത്ത് യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല, പ്രത്യേകിച്ചും ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അവിടെ നെഗറ്റീവ് പരമായിട്ടുള്ളൊരു ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഒരു ഡിസോർഡറിന് യാതൊരു സ്ഥാനവും ഇല്ല. എന്നുവെച്ചാൽ അതിൻ്റെ പ്രവർത്തനം അവർ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇപ്പോൾ പങ്കാളികളുടെ ഇടയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒന്നുകിൽ എക്സിന് അല്ലെങ്കിൽ വൈക്ക് എന്തോ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനും മനസ്സ് വരുത്തില്ല. ഇതിനിടയ്ക്ക് കാണിക്കുന്ന ചില തമാശകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയും ചെയ്യാൻ തോന്നത്തില്ല. അതേസമയം ആത്മവിശ്വാസമുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർക്ക് ഈ സമയം വളരെ സന്തോഷമാണ്. തന്നെയല്ല, വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ തോന്നും. അതുപോലെ ഇതിനകത്ത് പല പരീക്ഷണങ്ങൾക്ക് പോലും അവർ തയ്യാറാണ്. ഏത് മെത്തേഡാണോ ചെയ്യുന്നത് അവിടെ ലിംഗം കൊണ്ട് ചെറുതായിട്ടിങ്ങനെ തല്ലുന്ന ഒരു രീതിയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് നല്ലൊരു മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രത്യേകിച്ചും പുരുഷന്മാരെ സംബന്ധിച്ച് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കണം. എന്നുവെച്ചാൽ ഈ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ കൊണ്ട് ചെയ്യുന്ന സമയത്ത് കവിളിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടിങ്ങനെ അടിക്കാം. അതുപോലെ മാറിടത്തിൻ്റെ ഭാഗത്ത്, യോനിയുടെ ഭാഗത്ത് ഒക്കെ തന്നെ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ പങ്കാളിയെ സംബന്ധിച്ച് അവർക്കിതൊരു രസമായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. തന്നെയല്ല, മറ്റ് ചിന്തകളൊക്കെ മാറി ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ടാവും. മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ കിട്ടുന്ന സ്ട്രോക്കുകൾ പങ്കാളിയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. ഇതിനകത്തൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പങ്കാളികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെന്താണോ, നിങ്ങളുടെ രീതി എന്താണോ അതിനെ ആദ്യം അംഗീകരിക്കണം. ഒരിക്കലും നിങ്ങളുടെ ഒരു രീതിയെയും ഒരു കാര്യങ്ങളെയും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് സാഹചര്യമാണെങ്കിലും ശക്തിയാണെങ്കിലും സമയമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും വലിപ്പമാണെങ്കിലും എന്തു തന്നെയായാലും ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളിൽ തന്നെയുള്ള ഏറ്റവും ബെറ്ററായിട്ടുള്ളതിനെ കണ്ടെത്തുക, അതിനെ അംഗീകരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ആത്മവിശ്വാസം വർദ്ധിക്കും. കുറച്ചൊക്കെ വിധേയത്വപരമായിട്ടുള്ള രീതികൾ ഇഷ്ടപ്പെടുന്ന പങ്കാളിയെ സംബന്ധിച്ച് ഈ രീതിയോട് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തിലാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, എന്തുകൊണ്ടാണോ കൂടുതൽ പ്രവർത്തിക്കുന്നത്, ആ ഭാഗം കൂടുതൽ ശക്തിപ്പെടും, അതിന് കൂടുതൽ വികസനം ഉണ്ടാവും. കാരണം അവിടേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരുന്നുണ്ട്, ഊർജം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പങ്കാളികൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ലൊരു എക്സർസൈസിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു മസാജിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ അടിക്കുന്നതിന് മുമ്പ് ഈ ഒരു രീതി പല സ്ഥലങ്ങളിലും അഡോപ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ചും മാറിടങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഡിസോർഡറുകളും ഇല്ലാതെ വരും. തന്നെയല്ല, ആവശ്യമുള്ള പല ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെയും അത് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ ഒരു ഏകാഗ്രത വരുന്നതും സന്തോഷം വരുന്നതും. ഇപ്പോൾ പങ്കാളി എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ റിജക്റ്റ് ചെയ്യണ്ട. പല രീതികളും പരീക്ഷിക്കുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് ഇഷ്ടപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്തൊരു പ്രോത്സാഹനം കൊടുക്കേണ്ട അത്യാവശ്യമാണ്. പുരുഷൻ്റെ കഴിവിനെ പുകഴ്ത്തണം,
അതുപോലെ തന്നെ സ്ത്രീയുടെ സൗന്ദര്യത്തെയും ഇടയ്ക്കൊക്കെ ഒന്ന് പുകഴ്ത്തണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.